പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ബീറ്റ്റൂട്ട് വെച്ച് നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. ബീറ്റ്റൂട്ട് കഴിക്കാത്ത കുട്ടികളെയൊക്കെ കഴിപ്പിക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ബീറ്റ്റൂട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത്. നല്ല ജെല്ലി പോലെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. 2 കപ്പ് ഫുള്ളായിട്ട് ബീറ്റ്റൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വലുപ്പമില്ല, ഒരുപാട് ചെറുതും അല്ലാത്ത രീതിയിൽ. ഈ ഒരു 2 കപ്പ് എന്ന് പറയുന്നത് മീഡിയം സൈസ് 2 ബീറ്റ്റൂട്ടാണ്. ഇനി ഒരേ ഒരു തവി തോരൻ പരിപ്പാണ്. ആ തവിയുടെ ലെവലിലെടുക്കുക, ഒരുപാട് കൂടി പോകരുത്. അത് നന്നായിട്ട് കഴുകി അതും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 10 എണ്ണോളം കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാള, ഒരുപാട് ചേർക്കണ്ട, അതും അരിഞ്ഞ് ചേർക്കുക. ഇനി ഒരേ ഒരു പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 3-4 കറിവേപ്പിലയൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കുക. മഞ്ഞൾപ്പൊടി എത്ര ചേർത്താലും ഈ കറിയുടെ ഒരു കളറ് നല്ല റെഡായിരിക്കും. എന്നിരുന്നാലും മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കണം. 1 ഗ്ലാസ് വെള്ളം മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ചിലപ്പോൾ ഉപ്പ് ചേർത്ത് വേവിക്കുമ്പോൾ ഒരു 5-6 പരിപ്പൊക്കെ ഇങ്ങനെ വേകാതെ ഇങ്ങനെ കിടക്കും. ഇവിടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടണം. നിങ്ങൾക്കത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തോളൂ. കുക്കറിൻ്റെ അനുസരിച്ച് 3-4 വിസിലൊക്കെ വേണ്ടി വരും. ഇവിടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി. ബീറ്റ്റൂട്ട് ഇവിടെ നല്ലവണ്ണം വെന്താലും പെട്ടെന്നത് ഉടഞ്ഞൊന്നും പോകത്തില്ല. ഇങ്ങനെ ജെല്ലി പോലെ തന്നെ ഇരിക്കും. അത് കാരണം അതിൻ്റെ ടെൻഷൻ വേണ്ട. പരിപ്പ് നന്നായിട്ട് നമുക്ക് വേകണം. അതുവരെ വിസിലടിപ്പിക്കണം. പരിപ്പെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബീറ്റ്റൂട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്തിരിക്കുകയാണ്. ഞാൻ ഇതൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി ഇതിൽ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചത്. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പരിപ്പും ബീറ്റ്റൂട്ടും ആയത് കാരണം ഒട്ടും ഇതിൽ പുളി കാണത്തില്ല. ഇനി ഒരേ ഒരു പച്ചമുളകും ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ആവണമെന്നൊന്നുമില്ല, ഒരു വലിപ്പമുള്ള നോക്കി എടുക്കുക. തക്കാളി ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു അരപ്പൂടെ ചേർക്കാനുണ്ട്. അതിൻ്റെ കൂടെ വെള്ളം ചേരാനുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വെട്ടി തിളയ്ക്കാനായിട്ട് മൂടി വയ്ക്കണേ. തക്കാളിയൊക്കെ ഒരുപാടൊന്നും വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് ചെറിയ കഷ്ണങ്ങളായി കിടക്കണം. അതുകൊണ്ടാണ് കുക്കറിനകത്ത് തക്കാളിയോടെ ചേർത്തുകൊണ്ട് വേവിക്കാതിരുന്നത്. അത് തന്നെയുമല്ല, ഇങ്ങനെ ചെയ്യുന്നതാണ് ടേസ്റ്റും കൂടുതൽ. തക്കാളിയൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. ആ തൊലിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. തക്കാളിയെല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരരപ്പ് ചേർക്കണം. ഈ ഒരളവിന് 2 തവി തേങ്ങയാണ് അരയ്ക്കുന്നത്. തവിക്കണക്കാകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഏകദേശം ഒരു 3/4 കപ്പോളം തേങ്ങ വരുന്നുണ്ട്. ഒരുപാട് തേങ്ങ ഓവറായിട്ട് അരയ്ക്കുകയും വേണ്ട. ഒരൽപ്പം പെരുംജീരകം ചേർക്കുക. ഇത്രയും അളവാണ്. അതിലും കുറച്ച് കുറവായിട്ട് തന്നെ ജീരകം, നല്ല ജീരകം അരയ്ക്കുക. നല്ല ജീരകം ഒരുപാട് അരയ്ക്കരുത്. ആ ജീരകത്തിൻ്റെ കുത്തു ടേസ്റ്റ് ഉണ്ടാകും. നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയാണെങ്കിൽ 2 ചേർക്കുക. ഇതുപോലെ ചെറുതാണെങ്കിൽ 4 ചേർക്കുക. 2 വറ്റൽമുളക് കൂടെ ചേർക്കുക. ഇനി അരയാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കണം. തീ ഒന്ന് കുറച്ച് വെക്കണം. കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഈ അരപ്പ് ചേർക്കാവേ. അരപ്പ് ചേർത്ത ഉടനെ തന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. അതേ ലോ ഫ്ലെയിമിൽ വേണം നന്നായിട്ട് ചൂടാക്കി എടുക്കാനായിട്ട്. ഈ കാണുന്ന പതയൊക്കെ പതുക്കെ അത് മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ചൂടായി കിട്ടട്ടെ എന്ന് വിചാരിച്ച് തീ കൂട്ടി കൊടുക്കരുത്, തേങ്ങ പിരിയും. പതയൊക്കെ കുറേശ്ശായിട്ട് കുറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ആവി പോകണം. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഇത് നല്ല ലൂസിലാണ് ഈ കറി ഇരിക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ പാകത്തിനുള്ള അളവായിരിക്കും. അതുകൊണ്ട് കുറച്ച് പരിപ്പൊക്കെ ഉള്ളത് കാരണം കുറച്ച് നീട്ടി തന്നെ എടുക്കുക. ഈ ഒരളവിൽ എടുക്കാനായിട്ട് നോക്കണം. ബീറ്റ്റൂട്ട് കുക്കറി വേവിക്കുന്നത് കാരണം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉരുളക്കിഴങ്ങ് വരുന്ന പോലെ വരും. ആ രീതിയിലാണ് ഇരിക്കുന്നത്. അതേസമയം നമ്മൾ അടുപ്പിൽ വെള്ളം ഒഴിച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. എത്ര വെന്താലും കല്ല് പോലെ ഇരിക്കത്തുള്ളൂ. ഇനി ഇങ്ങനെ താളിച്ചൊഴിക്കണം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കുറച്ച് ചുവന്നുള്ളി ചേർത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഒന്ന് പകുതി വഴുന്നതിന് ശേഷം കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ചുമന്ന മുളക് അങ്ങ് കരിഞ്ഞു പോകും.
ഇതാ ഇവിടെ ചുവന്നുള്ളി ബ്രൗൺ ആണ്. ഇതുപോലെ ബ്രൗൺ ആയതിനു ശേഷം മാത്രമേ കടുക് താളിച്ചൊഴിക്കാവൂ. അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. ബ്രൗൺ ആയതിനു ശേഷം ഗ്യാസ് ഉടനെ അങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുത്ത് ആ ചൂടോടെ കറിയിലൊഴിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, താളിച്ചൊഴിച്ച ഉടനെ തന്നെ ഇളക്കാതിരിക്കുക. ഒരു 3-4 മിനിറ്റ് നേരത്തേന് മൂടി വയ്ക്കുക. ചുവന്നുള്ളിയൊക്കെ നല്ല ബ്രൗൺ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 3-4 മിനിറ്റ് കൂടുതലൊന്നും വെക്കണ്ട. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അടപ്പയിൽ നിന്ന് ഇങ്ങനെ ആവി തട്ടിയിട്ട് ആവിയൊക്കെ അതിനകത്ത് വീഴും. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. കറി കുറച്ചുകൂടെയൊക്കെ ആറി കഴിയുമ്പോഴത്തേന് നല്ലൊരു റെഡ് കളറായിരിക്കും. ബീറ്റ്റൂട്ട് കഴിക്കാത്ത കുഞ്ഞുങ്ങളെയൊക്കെ കഴിപ്പിക്കാനായിട്ട് കറി ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുത്ത് നോക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോകല്ലേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.